2019 സാന്റിയാഗോ കോമിക്കോണിൽ അനൗൺസ് ചെയ്ത ശേഷം മാർഷൽ അലി ബ്ലേഡായിട്ട് അപ്പിയറൻസ് നടത്തിയത് ഒരു സ്ഥലത്താണ്. അതും ഡയറക്റ്റ് അപ്പിയറൻസ് ആയിരുന്നില്ല. എറ്റേണൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ബ്ലേഡിന്റെ വോയിസ് ക്യാമിയോ ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ എറ്റേണൽസ് ഇറങ്ങിയിട്ട് 3 വർഷമാകുന്നു. ഇതുവരെ ബ്ലേഡിന് ഒരു അപ്പിയറൻസും കൊടുത്തിട്ടില്ല. അതിനുശേഷം ആ ഒരു ക്യാരക്ടർ വരേണ്ടത് ബ്ലേഡ് മൂവിയിലാണ്. ആ പടം ബ്ലാക്ക് നൈറ്റ് ആൻഡ് ബ്ലേഡിനെ വെച്ച് പോകാനാണ് ഇരുന്നത്. പക്ഷേ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് അല്ലാതെ മറ്റൊരു അപ്ഡേറ്റും ഈ ഒരു പടത്തിന് ഇതുവരെ പറയാനില്ലെന്നുള്ളതാണ് സത്യം. റൈറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും മാറ്റുന്നതല്ലാതെ ഈ ഒരു മൂവി ഇറക്കാൻ ഇവർക്കൊരു പ്ലാനും ഇല്ലെന്ന് തോന്നുന്നു. അനൗൺസ്മെന്റിന് ശേഷം പലതവണ റൈറ്റേഴ്സിനെ ഫയർ ചെയ്ത ശേഷവും സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഹോപ്പ് തന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ആ ഒരു പടത്തിന്റെ സെക്കൻഡ് ഡയറക്ടറിനെയും ഫയർ ചെയ്തു. എന്നാൽ ആ പടം ക്യാൻസൽ ചെയ്തുകൂടെ എന്ന് ഫാൻസ് വരെ ചോദിച്ചു തുടങ്ങി. നിലവിലെ സിറ്റുവേഷൻ വെച്ച് MCU മാർഷൽ അലിയുടെ ബ്ലേഡിന്റെ കാസ്റ്റിങ്ങിനെ വെറുതെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സിനിമ എന്ന് വരുമെന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇപ്പോൾ ബ്ലേഡിന് വേണ്ടി ഹയർ ചെയ്തിരിക്കുന്ന റൈറ്റർ ബ്ലാക്ക് വിഡോ മൂവിയുടെ റൈറ്ററാണ്. ഇനി ആ ഒരു പടത്തിന് എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. എറിക് ബ്രൂക്കിന്റെ ബ്ലേഡ് എന്ന ക്യാരക്ടർ കോമിക്സിൽ ഒരുപാട് ഡാർക്ക് ആൻഡ് മിസ്റ്റിക്കൽ ത്രെറ്റ്സിനെ നേരിട്ട ക്യാരക്ടറാണ്. മൈക്കിൾ മോർബിയസ്, ഡ്രാക്കുള എന്നീ ക്യാരക്ടേഴ്സിനോട് ഉൾപ്പെടെ ബ്ലേഡ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ സ്ക്രീനിൽ കൊണ്ടുവരാൻ MCU പാടുപെടുന്നതായിട്ടാണ് കാണുന്നത്. 5 റൈറ്ററിനെ അവർ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഓൾറെഡി ഫയർ ചെയ്തു. ആ ഒരു പടം വരാണെങ്കിൽ എങ്ങനത്തെ സ്റ്റോറി ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? നിലവിൽ MCUവിൽ അങ്ങനെ ഒരു ബ്ലേഡ് സ്റ്റോറിക്ക് വേണ്ടി അവർ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതിലൊന്നാണ് എറ്റേണൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. എറ്റേണൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഡെയ്ൻ വൈറ്റ്മാൻ അയാളുടെ ഫാമിലി ട്രഷർ തുറക്കുന്നത് കാണാം. എന്നാൽ അയാൾ ബ്ലേഡിനാൽ തടയപ്പെടുന്നു. ആക്ച്വലി അവിടെ ബ്ലേഡ് ചോദിക്കുന്നത് അതിന്റെ കോൺസിക്വൻസിനെ ഫേസ് ചെയ്യാൻ റെഡിയാണോ എന്നാണ്. വേറെ ഒന്നിനെ കുറിച്ചല്ല, എബണി ബ്ലേഡിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആക്ച്വലി അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നേക്കാൾ നന്നായിട്ട് തന്നെ നിങ്ങൾക്കറിയാം. ഈ ഒരു സീൻ തന്നെ അടുത്ത ബ്ലേഡ് പടത്തിനുള്ള ഒരു ടീസിംഗ് ആണെന്ന് പറയാം. അതായത് അടുത്തതായി വരേണ്ടിയിരുന്ന കണ്ടിന്യൂറ്റിയിൽ ഇവർ രണ്ടുപേരുടെയും ഒരു ക്രോസ് ഓവർ അഡ്വഞ്ചർ സ്റ്റോറിയെ ഫോക്കസ് ചെയ്യാം. ബ്ലേഡിനെ പോലെ തന്നെ ഡെയ്ൻ വൈറ്റ്മാൻ എന്ന ബ്ലാക്ക് നൈറ്റിനും ആകെ കിട്ടിയ അപ്പിയറൻസ് എറ്റേണൽസ് ആയിരുന്നു. ആക്ച്വലി അവർക്ക് ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനായി എബണി ബ്ലേഡിനെ ഫോക്കസ് ചെയ്ത ഒരു സ്റ്റോറി എഴുതാവുന്നതാണ്. ഇവർ രണ്ടുപേരുടെയും അഡ്വഞ്ചർ സ്റ്റോറിയിൽ എബണി ബ്ലേഡിന്റെ ഒറിജിൻ ഡിസ്കസ് ചെയ്ത് ആ ഒരു സമയത്ത് ബ്ലേഡിന് നേരിടേണ്ടി വരുന്ന ത്രെറ്റ്സിനെ കുറിച്ചല്ല അതിൽ സംസാരിക്കാൻ സാധിക്കും. കൂടാതെ ആ ഒരു മൂവിയിലൂടെ ബ്ലേഡിനെ കൂടാതെ ഡെയ്ൻ വൈറ്റ്മാൻ്റെ ബ്ലാക്ക് നൈറ്റിനെയും ഡെബ്യൂട്ട് കൊടുക്കാം. കോമിക്സിൽ ഡെയ്ൻ വൈറ്റ്മാൻ തൻ്റെ അങ്കിളായ നഥാനിയൽ ഗാരറ്റിൽ നിന്നാണ് ആ ഒരു എബണി ബ്ലേഡ് സ്വന്തമാക്കുന്നത്. എന്നാൽ ഡെയ്ൻ അയാളെ പോലെ ആയിരുന്നില്ല. ആ ഒരു ക്യാരക്ടർ എബണി ബ്ലേഡ് കുറച്ചുകൂടി ഹീറോയിക് ആയിട്ടുള്ള പർപ്പസിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എബണി ബ്ലേഡിന് ഒരു കുഴപ്പമുണ്ട്. ആ ഒരു ബ്ലേഡ് യൂസ് ചെയ്യുന്ന യൂസറിനെ അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വേണമെങ്കിൽ അതൊരു കേഴ്സ്ഡ് ബ്ലേഡ് ആണെന്ന് പറയാൻ പറ്റും. എത്ര നല്ലവനായാലും ആ ഒരു ബ്ലേഡ് അയാളെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷേ ഡെയ്ൻ വൈറ്റ്മാൻ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കോമിക്സിൽ കാണിക്കുന്നത്. കൂടാതെ ആ ഒരു ക്യാരക്ടർ അവഞ്ചേഴ്സിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ബ്ലേഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരു വാമ്പയർ ഹണ്ടർ ആണ്. ബ്ലേഡ് അവഞ്ചേഴ്സിലൊന്നും നിന്നിട്ടില്ല. അതുമാത്രമല്ല കോമിക്സിൽ ബ്ലേഡും ബ്ലാക്ക് നൈറ്റും ഒരുമിച്ചും വന്നിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരാണെങ്കിൽ അത് MCUയുടെ ക്രിയേറ്റിവിറ്റി ആണെന്നേ പറയാൻ പറ്റൂ. എങ്കിലും എറ്റേണൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും ചേർത്ത് ബ്ലേഡിൽ കഥ പറയാൻ പറ്റും. MCUയുടെ ബ്ലേഡിനെ കുറിച്ചും ബ്ലാക്ക് നൈറ്റിനെ കുറിച്ചും അയാളുടെ വെപ്പണായിട്ടുള്ള എബണി ബ്ലേഡിനെ കുറിച്ചും നമുക്കൊന്നും അറിയില്ല. സോ അതിനെ ഒറ്റ മൂവി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് ബ്ലേഡ് എന്ന സിനിമ. പക്ഷേ ഇങ്ങനെ സ്റ്റോറി അവർ ഫോക്കസ് ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്നാൽ എറ്റേണൽസിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിന്യൂറ്റി കൊടുക്കാണ്ടിരുന്നാൽ വൺ ഓഫ് ദ വേസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഓഫ് MCU എന്നുള്ള സെറ്റപ്പ് ആവും അത്. ബ്ലേഡും ബ്ലാക്ക് നൈറ്റും മാത്രമല്ല MCUവിൽ അപ്പിയറൻസസ് നേരിടുന്ന ഹീറോസ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് തന്നെ പറയാനുണ്ട്. അതിലൊന്നാണ് മൂൺ നൈറ്റ്. നിലവിലുള്ള മൾട്ടിവേഴ്സ് സാഗയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഹീറോസിൽ ഒരാളായിരിക്കും മൂൺ നൈറ്റ് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ ആ ഒരു ക്യാരക്ടറിന്റെ റിട്ടേൺ എപ്പോഴാണെന്നോ യാതൊരു ഐഡിയയുമില്ല. അവഞ്ചേഴ്സ് 5-ൽ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് 6-ൽ അതായത് അവഞ്ചേഴ്സ് സീക്രട്ട് വാഴ്സിൽ ആ ഒരു ക്യാരക്ടർ റിട്ടേൺ ആവുമെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും നിലവിലെ MCUവിൽ എവിടെ ഈ ഒരു ക്യാരക്ടറിനെ കണക്ട് ചെയ്യുമെന്ന് യാതൊരു ഐഡിയയുമില്ല. ഇവർ ഫേസ് 4 മുതൽ സ്റ്റോറി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഒരു ലോഡ് ഹീറോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതല്ലാതെ ഇവരൊക്കെ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നോ മൾട്ടിവേഴ്സ് സാഗ എന്ത് പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്നോ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ സാധിക്കുന്നില്ല. ഇൻഫിനിറ്റി സാഗ അങ്ങനെയല്ലായിരുന്നു. എല്ലാത്തിനും നല്ല രീതിക്ക് കണക്ഷൻ കൊടുത്ത് 6 ഇൻഫിനിറ്റി സ്റ്റോൺസിനെ കുറിച്ച് സംസാരിച്ച് അതെടുക്കാൻ താനോസ് വരുന്നുണ്ടെന്ന് കാണിച്ചു. എന്നാൽ മൾട്ടിവേഴ്സ് സാഗ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് മൾട്ടിവേഴ്സിനെ കുറിച്ച് സംസാരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റൊന്നും നമുക്ക് അറിയില്ല. ഫേസ് 5-ൽ എത്തി നിൽക്കുന്ന MCUവിൽ ഇതുവരെ ഒരു സ്റ്റോറി മെയിൻ പ്ലോട്ടിലേക്ക് കണക്ട് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇതിനോടകം തന്നെ ഒത്തിരി പ്രൊജക്റ്റും റിലീസായി. ഈ ഹീറോസൊക്കെ എവിടെയെന്നോ അവരുടെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്നോ അറിയില്ല. ഇതിനെക്കുറിച്ച് മാർവൽ വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കണം. മൂൺ നൈറ്റിനെ പോലെ റിട്ടേൺ കൺഫേം അല്ലാത്ത ഹീറോസ് ആണ് വെയർവോൾഫ്, എൽസ ബ്ലഡ്സ്റ്റോൺ, മാൻതിങ് ഒക്കെ. ഇവരെയൊക്കെ MCUവിൽ എവിടെ പ്ലേസ് ചെയ്യുമെന്ന് പോലും അറിയില്ല. അതുപോലെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്യാരക്ടറുണ്ട്, വേറെ ആരുമല്ല, ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണെന്നും അറിയില്ല. മാർവലിന്റെ ഫ്യൂച്ചർ സ്ലേറ്റ് പുറത്തു വിട്ടുകൊണ്ട് മാത്രം സീക്രട്ട് വാഴ്സിലേക്കാണ് പോകുന്നത് നമുക്കറിയാം. പക്ഷേ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ MCU എങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതിന് ഹിന്റ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു.
അതായത് ഫസ്റ്റ് 3 ഫേസിലും ചെയ്ത പോലെ മെയിൻ സ്റ്റോറിയെ കണക്ട് ചെയ്ത് വന്ന പടങ്ങൾക്ക് അതിനെക്കുറിച്ച് പോസ്റ്റ് ക്രെഡിറ്റ്സും കൊടുത്തും, അതായത് മെയിൻ സ്റ്റോറിയെ കണക്ട് ചെയ്ത് പോസ്റ്റ് ക്രെഡിറ്റ്സും കൊടുത്തും, അല്ലാതെ വന്ന സിനിമകൾക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കണക്ഷൻ കൊടുത്തും പ്ലാൻ ചെയ്യാം. നിലവിലാകെ സീക്രട്ട് വാഴ്സിലേക്ക് ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു നോക്കിയാൽ ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ക്ലിയർ വന്ന ഇൻകേർഷൻ്റെ കാര്യം പറയുന്നത് മാത്രമാണ്. അതൊഴിച്ചാൽ വേറെ ഒന്നും ഒരു ഹിൻ്റായിട്ട് കൊടുത്തിട്ടില്ല. സോ ഇതെല്ലാം മാർവൽ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ബ്ലേഡിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റിയ മറ്റൊരു വഴിയാണ് മിഡ് നൈറ്റ് സൺസ്. അതായത് ബ്ലേഡിനും ബ്ലാക്ക് നൈറ്റിനും ഒരു സ്റ്റോറി പറയുന്നതിന് പകരം ഈ കഥ മിഡ് നൈറ്റ് സൺസ് എന്ന ടീമിന് ഒരു പ്രീക്വൽ സ്റ്റോറി പോലെ പോകുന്നതായിട്ടും പ്ലാൻ ചെയ്യാം. അതായത് ഈ ഒരു മൂവിയുടെ എൻഡിലേക്ക് വരുമ്പോൾ മിഡ് നൈറ്റ് സൺസ് ടീം ഫോം ആകുന്ന പോലെ കാണിക്കാൻ പറ്റും. തുടർന്ന് മിഡ് നൈറ്റ് സൺസ് എന്ന പ്രൊജക്റ്റ് പുഷ് ചെയ്യാം. കോമിക്സിൽ ഡോക്ടർ സ്ട്രേഞ്ച് മദർ ഓഫ് ഓൾ ഡീമൻ എന്നറിയപ്പെടുന്ന ലിലിത്ത് എന്ന ഡീമിനെതിരെ ഒരു ചെറിയ ടീമിനെ ഫോം ചെയ്യിക്കുന്നു. ആ ഒരു ടീമിലേക്ക് സ്ട്രേഞ്ച് റിക്രൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ബ്ലേഡ്, ഗോസ്റ്റ് റൈഡർ, മോർബിയസ്. കോമിക്സിൽ ബ്ലേഡ് നൈറ്റ് സ്റ്റോക്കർ എന്നൊരു ചെറിയ ടീമിൻ്റെ മെമ്പറായിരുന്നു. അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് വാമ്പയേഴ്സിനെ ഹണ്ട് ചെയ്യലാണ്. പിന്നീട് നൈറ്റ് സ്റ്റോക്കറിനെ ഡോക്ടർ സ്ട്രേഞ്ച് മിഡ് നൈറ്റ് സൺസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. ആ ഒരു സ്റ്റോറി ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നൈറ്റ് സ്റ്റോക്കേഴ്സ് എന്ന ടീമിനെ ഒഴിവാക്കി ഡയറക്റ്റ് മിഡ് നൈറ്റ് സൺസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് കൊടുക്കാം. വേണമെങ്കിൽ ബ്ലേഡിനെ കൂടാതെ ബ്ലാക്ക് നൈറ്റിനെയും ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. മുമ്പ് മിഡ് നൈറ്റ് സൺസിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് വരുന്നതെന്ന് റൂമർ ഉണ്ടായിരുന്നു. അത് വരാൻ കാരണം ഓസ്കാർ ഐസക് തന്നെയാണ്. ഒരു ഇൻ്റർവ്യൂവിൽ മിഡ് നൈറ്റ് സൺസിനെ MCUവിൽ കാണാൻ താല്പര്യമുണ്ടെന്ന് ഓസ്കാർ ഐസക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് 2 സ്ട്രേഞ്ച് തൻ്റെ തേർഡ് അൺലോക്ക് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഒപ്പം മൾട്ടിവേഴ്സ് ഇൻവേഷനെ തടുക്കാൻ തയ്യാറാകുന്നത് നമ്മൾ കണ്ടു. ഇത് മറ്റൊരു സൂപ്പർ നാച്ചുറൽ ഈവൻറ്റിനെ ട്രിഗർ ചെയ്തേക്കാം. ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ ക്ലിയറുടെ കൂടെ ഡാർക്ക് ഡൈമെൻഷനിലേക്ക് ഒരു റിഫ്റ്റ് വഴി എടുത്തു ചാടുന്ന സ്ട്രേഞ്ചിനെ നമ്മൾ കണ്ടതാണ്. ഡാർക്ക് ഡൈമെൻഷനിൽ ഡോർമാമു മാത്രമല്ല ഉള്ളത്, സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസിൻ്റെ ബർത്ത് പ്ലേസും അവിടെ തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് വെഞ്ചൻസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരാളെ ഓർമ്മ വന്ന് കാണും. യെസ്, ഗോസ്റ്റ് റൈഡർ. നിലവിൽ MCUവിൽ റയാൻ ഗോസ്ലിംഗ് ഗോസ്റ്റ് റൈഡറിനെ ചെയ്യുമെന്ന് റൂമറുണ്ട്. സോ സ്ട്രേഞ്ചിനെയും ഗോസ്റ്റ് റൈഡറിനെയും കണക്ട് ചെയ്ത് മിഡ് നൈറ്റ് സൺസിനെ ഒരു തറക്കല്ലിട്ട് വയ്ക്കാവുന്നതാണ്. അതിലൂടെ MCUവിന് ആ ഒരു യൂണിവേഴ്സിലെ സൂപ്പർ നാച്ചുറൽ ഏരിയാസും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഡോക്ടർ സ്ട്രേഞ്ച് ലിലിത്ത് എന്ന സൂപ്പർ നാച്ചുറൽ ത്രെറ്റിനെതിരെ ബ്ലേഡ്, ബ്ലാക്ക് നൈറ്റ്, ഗോസ്റ്റ് റൈഡർ, മൂൺ നൈറ്റ് എന്നീ ക്യാരക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതായി കാണിക്കാം. മൂൺ നൈറ്റ് ഒരു സൂപ്പർ നാച്ചുറൽ ക്യാരക്ടറാണ്. മൂൺ നൈറ്റിൻ്റെ പവർ സോഴ്സ് മൂൺ ഗോഡായ കോൺഷു ആണ്. ഇവരെ കൂടാതെ ഈ ഒരു ടീമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ നാച്ചുറൽ ബീങ്സ് വെയർവോൾഫ്, മാൻതിങ്, എൽസ ബ്ലഡ്സ്റ്റോൺ, അഗാധ ഹോഗ്നസ് തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെയാണ്. പോസിബിളി ക്ലിയർ എന്ന ക്യാരക്ടറും ഈ ഒരു ടീമിൽ ഇടം നേടാൻ ചാൻസ് ഉണ്ട്. വാമ്പയർ ഹണ്ടറിൽ നിന്നും ഇവിടെ ബ്ലേഡിനെ ഡീമൺ ഹണ്ടറിലേക്ക് കൊണ്ടുവരാം. വേണമെങ്കിൽ ഇവിടെ വാമ്പേഴ്സ് ഉണ്ടാകുന്നത് സൂപ്പർ നാച്ചുറൽ പവേഴ്സിലൂടെയാണെന്ന് കാണിച്ച് അതിൻ്റെ ഹണ്ടറായിട്ടും ബ്ലേഡിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. നിലവിൽ ബ്ലേഡിന് വേണ്ടി എന്ത് കഥയാണ് മാർവൽ പറയാൻ പോകുന്നതെന്ന് അറിയില്ല. ബ്ലേഡിന് ഒരു പ്രൊജക്റ്റ് വരുമോ എന്ന് പോലും അറിയില്ല. ഇവിടെ നടന്നില്ലെങ്കിൽ പോസിബിളി ഫ്യൂച്ചറിൽ എന്തായാലും മിഡ് നൈറ്റ് സൺസിനെ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ബ്ലേഡിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയും ഒരുപാട് ഹീറോസിനെ ഇറക്കാതെ നിലവിൽ അനൗൺസ് ചെയ്ത ഹീറോസിനെ മാത്രം വെച്ച് ഒരു നല്ല സ്റ്റോറി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം തന്നെ വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.